ആയുർവേദ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിലെ നാട്ടുപാരമ്പര്യ വൈദ്യമേഖലയിലെ ചികിത്സാ സമ്പ്രദായങ്ങളും നാട്ടറിവുകളും സംരക്ഷിക്കാൻ നിയമനിർമ്മാണം നടത്തുമെന്ന ബജറ്റ് പ്രഖ്യാപനത്തിനെതിരെ ആയുർവേദ ഡോക്ടർമാരുടെ സംഘടന രംഗത്തെത്തിയിരിക്കുകയാണ്. നാട്ടുപാരമ്പര്യ വൈദ്യ കമ്മീഷനും ഇൻസ്റ്റിറ്റ്യൂട്ടും സ്ഥാപിക്കുന്നതിനുള്ള പ്രാഥമിക ചെലവുകൾക്കായി 1 കോടിയാണ് ബജറ്റിൽ നീക്കിവെച്ചത്. കണ്ണൂരിൽ നിന്നുള്ള ചില പാരമ്പര്യ വൈദ്യ ചികിത്സകരുടെ സമ്മർദ്ദ ഫലമായാണ് സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും ഇത്രയും ഉയർന്ന തുക ബജറ്റിൽ അനുവദിച്ചതെന്ന് സൂചനയുണ്ട്. ഈ മേഖലയിലെ തൊഴിലാളികളെ അംഗങ്ങളാക്കി ഈ അടുത്ത് രൂപീകരിച്ച ആയുർവേദ തൊഴിലാളി യൂണിയനും ഈ ആവശ്യവുമായി രംഗത്തുണ്ടായിരുന്നു. മുൻപ് PK ശ്രീമതി ആരോഗ്യമന്ത്രിയായിരിക്കെ നാട്ടുവൈദ്യ പാരമ്പര്യ വൈദ്യ നിയമനിർമ്മാണം പരിഗണിക്കപ്പെട്ടിരുന്നെങ്കിലും എതിർപ്പ് മൂലം അന്ന് ഇത് ഉപേക്ഷിക്കുകയായിരുന്നു. ആയുർവേദ ചികിത്സാ രംഗത്ത് അക്കാദമിക യോഗ്യതയില്ലാത്തവർക്കും നിയമപരമായി അംഗീകാരം നൽകാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങണമെന്നാണ് ആയുർവേദ ഡോക്ടർമാരുടെ സംഘടനയായ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ആവശ്യം. നാട്ടുവൈദ്യ പാരമ്പര്യ നിയമം നടപ്പാക്കുന്നത് അനധികൃത ചികിത്സയ്ക്ക് അംഗീകാരം നൽകുന്നതിന് തുല്യമാണെന്നാണ് സംഘടനയുടെ വാദം. ദ ട്രഡീഷണൽ നോളജ് ഇന്നൊവേഷൻ കേരള എന്ന പേരിൽ കേരള സർക്കാർ ആയുഷ് വകുപ്പിന് കീഴിൽ ആയുർവേദ വിദ്യാഭ്യാസ വകുപ്പിൽ നാട്ടുപാരമ്പര്യ ചികിത്സാ സംരക്ഷണ നടപടികൾ നടക്കുന്നുണ്ട്. കണ്ണൂരിൽ കോടികൾ ചെലവഴിച്ച് പണി തുടങ്ങിയ അന്താരാഷ്ട്ര ഗവേഷണ കേന്ദ്രവും ഇതിന് സഹായകമാണ്. ഈ സാഹചര്യത്തിൽ പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസക്തി എന്താണെന്നാണ് ആയുർവേദ ഡോക്ടർമാരുടെ സംഘടനയുടെ ചോദ്യം. 1970 ഇന്ത്യൻ മെഡിക്കൽ സെൻട്രൽ കൗൺസിൽ നിയമം പാർലമെന്റ് പാസാക്കിയപ്പോൾ ഇത്തരം പാരമ്പര്യ ചികിത്സകളെ അന്നുവരെ നിലനിന്നവർക്ക് മാത്രം ഇളവ് നൽകി പുനഃക്രമീകരിച്ചിരുന്നു. അക്കാദമിക യോഗ്യതയുള്ളവർക്ക് മാത്രമാണ് ഈ നിയമം അനുസരിച്ച് ചികിത്സാ അനുമതി നൽകുക. മതിയായ യോഗ്യതയും രജിസ്ട്രേഷനും ഇല്ലാത്തവർ ചികിത്സിക്കുന്നതിനെ 2018 സുപ്രീം കോടതിയും കർശന നിലപാടെടുത്തിരുന്നു. കേരളത്തിലെ പാരമ്പര്യ വൈദ്യന്മാരുടെ കൂട്ടായ്മ നൽകിയ കേസിലായിരുന്നു ഇത്. 2021 കേരള സ്റ്റേറ്റ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആണ് അംഗീകൃത യോഗ്യതയുള്ളവർ മാത്രം ചികിത്സിച്ചാൽ മതിയെന്ന് നിഷ്കർഷിച്ചത്. നാട്ടുവൈദ്യം എന്നത് ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ മുൻ പേരാണെന്നും മർമ്മ ചികിത്സ ആയുർവേദത്തിന്റെ ഒരു ഭാഗം മാത്രമാണെന്നും കേരള സർക്കാരിന്റെ ആയുഷ് വകുപ്പും ഹൈക്കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട്.